എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നോൺ സ്റ്റിക്ക് പാന് നമുക്ക് മയക്കി എടുക്കുന്ന വിധമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ ഈ ഇടയ്ക്കൊരു അപ്പച്ചട്ടി മേടിച്ചു കേട്ടോ. പാലപ്പമൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അപ്പച്ചട്ടി തന്നെയാണ്. നോൺ സ്റ്റിക്ക് കേട്ടോ. അന്നേരം അത് ഞാൻ ഒന്ന് കടയിൽ വെച്ചൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു നോൺ സ്റ്റിക്ക് പാൻ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് അതിനെ അങ്ങ് ഉപയോഗപ്രദമാക്കരുത്. കാരണം അതിനകത്തുനിന്നൊരു സ്മെല്ലൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അത് ഞാനതിങ്ങനെ ഒന്ന് എടുക്കുകയാണ്. ഇനി ഞാൻ ഈ അടപ്പൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു പാലപ്പച്ചട്ടി കേട്ടോ. നല്ല രസമുണ്ട്. നല്ലൊരു പാലപ്പച്ചട്ടി തന്നെയാണ്. ഇത് നമുക്ക് നോർമൽ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് തുടച്ചെടുക്കുക. സാധാരണ പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നിറച്ച് കുറച്ച് പച്ചവെള്ളം വയ്ക്കുക. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. അത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചൂടാക്കി എടുക്കുക. എപ്പോഴും നോൺ സ്റ്റിക്ക് പാനൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പം ഒരുപാട് തീ കൂട്ടി വെക്കരുത് കേട്ടോ. അത് തന്നെ നോൺ സ്റ്റിക്ക് പാന് പെട്ടെന്ന് കേടാകാൻ കാരണമായി തീരും. അതുകൊണ്ട് എപ്പോൾ നമ്മൾ പാചകം ചെയ്താലും നോൺ സ്റ്റിക്ക് പാനിൽ പാചകം ചെയ്യുമ്പോൾ ചെറു തീയോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ മാത്രം വെക്കുക. ഇപ്പോൾ കണ്ട വെള്ളമെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറു ചൂടായാൽ മാത്രം മതി. ഈ ചൂടായ വെള്ളം ഒന്ന് തണുത്ത ശേഷം അത് കളഞ്ഞ് ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വെജിറ്റബിൾ ഓയിലാണ്. ഏത് ഓയിൽ വേണമെങ്കിലും, വെളിച്ചെണ്ണ ഒഴിച്ചുള്ള ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഒലിവ് ഓയിലും വെളിച്ചെണ്ണയും ഒന്നും ഉപയോഗിക്കേണ്ട. അല്ലാതുള്ള വെജിറ്റബിൾ ഓയിൽ ഏതാണോ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഇങ്ങനെ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ബ്രഷോ ഒക്കെ വെച്ച് എല്ലാ സൈഡിലും ഒന്ന് തൂത്ത് പുരട്ടി കൊടുക്കുക. വീണ്ടും തീ ഓണാക്കി ലോ ഫ്ലെയിമിൽ വെച്ച് ഈ എണ്ണയൊന്ന് ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ ആ എണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ചെറു ചൂടാക്കിയാൽ മാത്രം മതി കേട്ടോ. അങ്ങ് ഇട്ട് ഒരുപാട് നേരം അങ്ങ് ചൂടാക്കേണ്ട ആവശ്യമില്ലേ. എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. അതും ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ ശേഷം ടിഷ്യൂ പേപ്പർ ഇട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് പാൻ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എപ്പം തയ്യാറാക്കിയാലും ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ മാത്രം വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇന്നത്തെ വീഡിയോ ഉപയോഗപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.